PG പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. SI ആയിരുന്ന രതീഷ് ഹോട്ടൽ മാനേജറെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയുള്ള പ്രതിഷേധമാണ്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പ്രതിഷേധം PG പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്നു. ആരൊക്കെയാണ് പ്രതിഷേധത്തിന് മുൻനിരയിൽ? സ്മൃതി, ഇപ്പോൾ PG പോലീസ് സ്റ്റേഷനിലുള്ള മാർച്ചാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ കണക്കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ട് നേരത്തെ സമീപത്ത് മറ്റൊരു സ്ഥലത്തായിരുന്നു ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ മറ്റൊരു വഴിയിലൂടെ വന്നതോടുകൂടി പോലീസിന്റെ പ്രതിരോധം അല്പം പാളിയ സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയ്ക്കുള്ള സാധ്യതകളുണ്ട്. വടി വലിച്ചെറിയുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസും പാടുപെടുന്നുണ്ട്. സ്വാഭാവികമായി ഇത്തരമൊരു കരുത്ത സമരങ്ങളുണ്ടാകുമ്പോൾ ബാരിക്കേഡ് വെച്ച് കയറ് കെട്ടി വളരെ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കുമായിരുന്നു. പക്ഷേ അത്തരം ഒരു സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് ഒരുക്കിയിരുന്നു. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ മറ്റൊരു വഴിയിലൂടെ വന്നതോടുകൂടി പോലീസ് ആകെ ആശങ്കയിൽ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, പോലീസുകാരെ തള്ളിമാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. നേതാക്കൾ ഇടപെട്ട് നിയന്ത്രിക്കാൻ ശ്രമം നടത്തുന്ന തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിലാണ് സമരം ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ശ്രമം നേതാക്കൾ നടത്തുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്ന ദൃശ്യങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്കും പോലീസുകാരുടെ വീടുകളിലേക്കും മാർച്ചുകൾ നടത്തിയത് നേരിയ തോതിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് പുറത്ത് വന്ന PG സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങളാണ് പുതിയ പ്രതിഷേധത്തിന് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. പോലീസാണെങ്കിൽ ഏറെ പണിപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ ഒരുക്കിയിരുന്ന സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. മാത്രമല്ല മറ്റൊരു വഴിയിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ വന്നത് ഏറെ വിഷയങ്ങൾ ഇപ്പോൾ പതുക്കെ നിയന്ത്രണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പതുക്കെ ശാന്തമാക്കിയിരിക്കുന്നു. അതിശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനകൾ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെയായി തന്നെ കോൺഗ്രസ് നേതാക്കൾ നൽകിയിരുന്ന അതിൻ്റെ തുടർച്ച എന്നത് തന്നെയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൻ്റെ ഇടയിലും വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിഷേധം വിവിധ സ്ഥലങ്ങളിൽ ശക്തമായിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരെല്ലാം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയാണ്. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയിരിക്കുന്നു. കുത്തിയിരുന്ന് സമരത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുന്നു. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം പുരോഗമിക്കുന്നത്. സ്മൃതി, കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. PG പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രതിഷേധം. ഹോട്ടൽ മാനേജറെ SI ആയിരുന്ന രതീഷ് മുഖത്തടിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്ന പ്രതിഷേധം. സംസ്ഥാനത്തെ പോലീസ് ആളുകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരികയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള മർദ്ദന ദൃശ്യങ്ങളാണ്. നേരത്തെയും തൃശ്ശൂരിൽ നിന്ന് തന്നെയായിരുന്നു വാർത്ത. 2023 സുജിത്തിന് അതിക്രൂരമായ പോലീസ് മർദ്ദനമേറ്റത്. അത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. ഇപ്പോൾ തൊട്ടു പിന്നാലെ ഹോട്ടൽ മാനേജർക്ക് മർദ്ദനമേറ്റ ദൃശ്യങ്ങളും പുറത്തു വരികയാണ്. ജേസൺ, അതോടൊപ്പം തന്നെ ഇപ്പോൾ സുജിത്തിനെ കാണാൻ ഇന്ന് KC വേണുഗോപാൽ എത്തുന്നുണ്ട്. ആ വിഷയം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് ഈ പോലീസുകാരെ മുഴുവൻ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്ന ആവശ്യമായി കോൺഗ്രസ് മുന്നേറുകയാണല്ലോ. സ്മൃതി, തീർച്ചയായും ഇന്ന് വൈകിട്ട് KC വേണുഗോപാൽ സുജിത്തിനെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയമായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത്. അതിനെതിരെയുള്ള പ്രതിഷേധം അതിശക്തമായിരുന്നു. പോലീസുകാരുടെ വീടുകളിലേക്കുൾപ്പെടെ മാർച്ച് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ അത് ആ വിഷയം കെട്ടടങ്ങും മുമ്പേ അടുത്ത പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അത് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, പ്രതിഷേധ സമരങ്ങൾ അതിശക്തമായി തന്നെ തുടരാൻ തന്നെ തീരുമാനം. സസ്പെൻഷൻ നടപടി കൊണ്ട് തൃപ്തരല്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതുവരെ പ്രതിഷേധ സമരം തുടരും എന്ന സൂചനയായിരുന്നു നൽകിയിരുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രതിഷേധ സമരത്തിന് കൂടി കോൺഗ്രസിന് തയ്യാറെടുക്കേണ്ടി വന്നിരിക്കുന്നു. PG പോലീസ് സ്റ്റേഷനിൽ ലാലി ഹോട്ടലിലെ ജീവനക്കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, രണ്ടുപേരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതും അന്ന് സ്റ്റേഷനിൽ SI ആയിരുന്ന രതീഷാണ്. ഇപ്പോൾ അയാൾ കടവന്ത്രയിലെ SHO ആണ്. പ്രതിഷേധ സമരം തുടരുകയാണ്. സ്മൃതി.